പിന്നെ നമുക്ക് നല്ല നാടൻ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇത് ഒട്ടും കയ്പില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ എടുക്കുക. നാരങ്ങ നിങ്ങൾക്ക് എത്രയാണെങ്കിൽ എടുക്കുക. ഇപ്പം നാരങ്ങക്ക് വലിയ വിലയൊന്നുമില്ല, ചീപ്പ് വിലക്ക് നാരങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകലിൽ പിന്നെ ഒരു കോംപ്രമൈസും പാടില്ല. നല്ല നമുക്ക് മനസ്സിന് തൃപ്തി വരുന്ന തരത്തിൽ തന്നെ കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ അത് കയ്പില്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഈ നാരങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരു മൺചട്ടി എടുക്കുക. അതിൽ വെള്ളം നിറച്ച്, ഇത് മൺചട്ടി തന്നെ എടുക്കണം. നമ്മൾ സ്റ്റീലിൻ്റെ അലുമിനിയം ഒന്നും എടുക്കാൻ പാടില്ല. കാരണം ഇതിലൊരു കറ ഉണ്ടാവും. അത് നമ്മുടെ ചട്ടിയിലൊക്കെ പിടിക്കുക ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ മൺചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിലേക്ക് വെള്ളം നിറച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പക്ഷെ ഇതിൽ ഹോൾ ഇടാനോ അങ്ങനെയൊന്നും പാടില്ല. പക്ഷെ എന്നാലും ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഒന്നും പുറത്തു പോകുന്നില്ല. നല്ല ഇതുപോലെ നല്ല തൊട്ടങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇതായി വരണം. എന്നാലും ഇതിൻ്റെ ഫ്ലഷ് അതിൽ തന്നെ നിൽക്കും വേണം. ആ തരത്തിലാകുമ്പോൾ നമ്മളിത് മാറ്റി വെക്കുക. എന്നിട്ടിത് തണുത്തായിട്ട് നമ്മളിത് ചെറുതാക്കി നുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടിയും പാടെ ഇട്ടിട്ട് അതൊന്ന് കലർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ കലർത്തിയെടുത്തിട്ട് കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ, കാരണം ഈ ഉപ്പൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി, ഒരു കുടം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. പച്ചമുളക്, വേപ്പില. പിന്നെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ല മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം. സുർക്ക നല്ല പോലെ തിളച്ച് വരണം കേട്ടോ. നല്ല തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നാരങ്ങ തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ആദ്യം തന്നെ ഉപ്പിട്ട് തന്നെ, പിന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ കായപ്പൊടി ഇടുക, പക്ഷേ ഞാനത് ഇട്ടിട്ടില്ല. എനിക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പിന്നെ അത് തണുക്കുമ്പോൾ മാറ്റി വെക്കുക.